റെസിൻ ആർട്ടിനെ പറ്റിയുള്ള PV വ്ളോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. റെസിൻ ആർട്ടിനെ പറ്റി നിങ്ങൾ മുൻപ് പല വീഡിയോസും കണ്ടിട്ടുണ്ടാകും. എന്നാൽ അതിൽ നിന്നുമെല്ലാം വ്യത്യസ്തമായും എളുപ്പത്തിൽ എങ്ങനെ റെസിൻ ആർട്ട് ചെയ്യാം, അല്ലെങ്കിൽ അതെങ്ങനെ പഠിക്കാം എന്നുള്ളത് വിശദീകരിക്കാനാണ് ഞാൻ ഈ വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. റെസിൻ ആർട്ട് ചെയ്യുന്നതിന് വേണ്ടിയുള്ള റെസിൻ ഏതാണെന്നുള്ളത് ഞാൻ വഴിയെ പറയാം. അതിനു മുന്നേ റെസിൻ ആർട്ട് ചെയ്യുന്നതിന് വേണ്ടിയുള്ള ഐറ്റംസ് എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കി വെച്ച് വരാം. റെസിൻ ഒഴിക്കാനായിട്ട് ഒരു പേപ്പർ ഗ്ലാസ്, ഇത് മിക്സ് ചെയ്യാനായിട്ട് ഒരു സ്റ്റിക്ക്, മെഷർമെൻറ്റിന് വേണ്ടി ഒരു സ്പൂണ്, ഒരു ഫോർസെപ്സ്, പിന്നെ കുറച്ച് മിനുക്കപ്പൊടി. ഞാനിവിടെ 3 നിറത്തിലുള്ള മിനുക്കപ്പൊടിയാണ് വാങ്ങിയത്: മെറൂണ്, ഗോൾഡ്, സിൽവർ. ഈ ഫോർസെപ്സും മിനുക്കപ്പൊടിയും എല്ലാ ഫാൻസി ഷോപ്പിലും അവൈലബിൾ ആണ്. ഒരു മിനുക്കപ്പൊടിക്ക് ഒരു ബോട്ടിലിന് 10 രൂപയും ഫോർസെപ്സിന് 25 രൂപയും ആയിട്ടുണ്ടായിരുന്നേ. ഇനി നമുക്ക് റെസിനെ ഒന്ന് പരിചയപ്പെടാം. റെസിൻ എന്ന് പറഞ്ഞാൽ 2 തരത്തിലുണ്ട്. അത് UV ഉണ്ട്, എപ്പോക്സി ഉണ്ട്. നമുക്കാണെങ്കിൽ ഇവിടെ ചെയ്യാൻ ആവശ്യം എപ്പോക്സി റെസിൻ നമ്മൾ വാങ്ങിച്ചാൽ മതി. ഞാൻ വാങ്ങിച്ച റെസിൻ്റെ ബ്രാൻഡ് നെയിം പിയക്കോര എന്നാണ്. ഇതിൻ്റെ പ്രൊണൗൺസിയേഷൻ ഇത് തന്നെയാണോ എന്ന് എനിക്കറിയത്തില്ല. ഞാൻ അതിൻ്റെ പേര് ഇവിടെ കൊടുത്തേക്കാവേ. ഈ റെസിൻ വാങ്ങുമ്പോൾ നമുക്ക് 2 ബോട്ടിൽ ഐറ്റമാണ് കിട്ടുക. അതിൽ ഒന്ന് എന്നുള്ളത് റെസിനും മറ്റത് ഹാർണറുമാണ്. നമ്മൾ ഈ വാങ്ങിച്ച ബ്രാൻഡിൻ്റെ റേഷ്യോ എന്ന് വെച്ചാൽ 2:1 ആണ്. അതിൽ 2 എന്നത് റെസിനും 1 എന്നത് ഹാർണറുമാണ്. അതായത് 2 സ്പൂണ് റെസിൻ എടുത്താൽ 1 സ്പൂണ് ഹാർണർ. അതാണ് ഇതിൻ്റെ ഒരു മെഷർമെൻറ്റ്. അപ്പോൾ നമ്മൾ ഇന്നത്തെ പരിപാടി ഫോട്ടോ വിത്ത് കീച്ചെയിൻ റെസിനാണ്. അപ്പം ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്ന ഷേപ്പ് റൗണ്ടും സ്ക്വയറുമാണ്. ഈ റെസിനും മോൾഡും എവിടെ കിട്ടുമെന്നും ഈ മോൾഡ് വാങ്ങുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യവും ഞാൻ വഴിയെ പറഞ്ഞുതരാം. ഇനി നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ക്വാണ്ടിറ്റിയിൽ 2:1 എന്ന റേഷ്യോയിൽ റെസിനും ഹാർണറും പേപ്പർ ഗ്ലാസ്സിലേക്ക് ഒഴിക്കാം. റെസിൻ ഉണ്ടാക്കുന്ന ഏത് വീഡിയോ എടുത്താലും അതിൽ എല്ലാ ആൾക്കാരും യൂസ് ചെയ്യുന്ന പ്രധാന 2 സാധനമാണ് ഗ്ലൗസും മാസ്കും. ഞാൻ ഇവിടെ ഈ 2 സാധനവും ഒഴിവാക്കിയിട്ടുണ്ട്. റെസിൻ എന്നത് കട്ടിയുള്ള ഒരു ദ്രാവകമാണ്. റെസിൻ്റെ മെഷർമെൻറ്റ് എടുത്ത ശേഷം ആ സ്പൂണിൽ നിന്നും റെസിൻ്റെ അംശം പരിപൂർണമായി മാറ്റിയ ശേഷം നമുക്ക് അതിലേക്ക് ഹാർണറിൻ്റെ അളവെടുക്കാം. പച്ചവെള്ളം പോലെ വളരെ ലൈറ്റാണ് ഹാർണർ. ഈ ബ്രാൻഡിൻ്റെ റേഷ്യോ പ്രകാരം 6 സ്പൂണ് റെസിൻ എടുത്താൽ 3 സ്പൂണ് ഹാർണറാണ് എടുക്കേണ്ടത്. 24 മണിക്കൂറാണ് ഈ പരിപാടി സെറ്റ് ആവാനായിട്ട് എടുക്കുന്ന ടൈമെന്നാണ് ഇവർ പറയുന്നത്. പക്ഷേ എൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് നമുക്കൊരു 4 സ്പൂൺ ഹാർണർ എടുത്താൽ സംഭവം വേഗം സെറ്റാവുക. ക്ലോക്ക് വൈസിലും ആൻറ്റി ക്ലോക്ക് വൈസിലും നല്ലപോലെ മിക്സ് ചെയ്യണം. നമ്മുടെ മിക്സിങ്ങിലിരിക്കും സംഭവത്തിൻ്റെ മൊഞ്ച്. മിക്സിൻ്റെ കൂട്ടത്തിൽ ബബിൾസ്, കുമിളകൾ വരാൻ നല്ല ചാൻസ് ഉണ്ട്. ബേജാറാവേണ്ട പോയ നല്ലപോലെ ഇളകിക്കും. 10 മിനിറ്റ് മിക്സ് ചെയ്ത ശേഷം മോൾഡിൻ്റെ പകുതി ആകുന്നത് വരെ റെസിൻ ഒഴിക്കാം. പ്രത്യേകം ശ്രദ്ധിക്കണം, മോൾഡിൽ റെസിൻ എല്ലാ വശത്തും തുല്യമായ അളവിൽ ആയ ശേഷം അതിലേക്ക് കുറച്ച് സിൽവർ, കുറച്ച് ഗോൾഡ്, അങ്ങനെയൊക്കെയുള്ള കുറച്ച് മിനുക്കപ്പണി ചെയ്തതിന് ശേഷം നമ്മുടെ ഫോർസെപ്സ് ഉപയോഗിച്ച് ഫോട്ടോ വളരെ ശ്രദ്ധയോടെയും ക്ഷമയോടെയും അതിലേക്ക് നമുക്ക് വെക്കാം. എന്നിട്ട് ഫോട്ടോയുടെ പുറത്ത് കുറച്ച് റെസിൻ ഒഴിച്ച ശേഷം പിന്നെയും മിനുക്കപ്പണികൾ നമുക്ക് ആരംഭിക്കാം. തുടക്കക്കാരോട് എനിക്ക് ഒരു കാര്യം പറയാനുണ്ട്. ചെയ്ത് പഠിക്കുമ്പോൾ നമ്മുടെ ഫോട്ടോയോ നമ്മുടെ കൂടപ്പിറപ്പിൻ്റെ ഫോട്ടോയോ ചെയ്ത് പഠിക്കുക. സപ്പോസ് പരിപാടി എങ്ങാനും ഫ്ലോപ്പായാൽ വേറെ ആരുടെയെങ്കിലും ഫോട്ടോ ആണെങ്കിൽ നമ്മൾ ഡയറക്റ്റ് എയറിലാവുകയെ.
ഇനി റെസിനും മോൾഡും എവിടെ കിട്ടും എന്നുള്ളത് പറഞ്ഞുതരാം. ആമസോണിലും ഫ്ലിപ്കാർട്ടിലും ഇത് രണ്ടും ലഭ്യമാണ്. ആദ്യം മോൾഡിൻ്റെ കാര്യം പറഞ്ഞിട്ട് റെസിനെ പറ്റി പറയാം. എല്ലാ തരത്തിലുമുള്ള മോൾഡും ഇവിടെ ലഭ്യമാണ്. മോൾഡ് വാങ്ങുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, മിക്ക മോൾഡും അതിൻ്റെ ഡയമീറ്റർ മെൻഷൻ ചെയ്യാറില്ല. മോൾഡിൻ്റെ ഔട്ട്ഫിറ്റ് ലെങ്തും വിഡ്ത്തും മാത്രമാണ് ഇവിടെ കാണിക്കാറുള്ളത്. ഒരു ഫോട്ടോ ഫ്രെയിം ചെയ്യാനായിട്ട് മിനിമം ഒരു 4 സെൻറ്റിമീറ്ററെങ്കിലും ഉൾവശമുള്ള ഒരു മോൾഡ് വേണം. അങ്ങനെ ഉൾവശം മെൻഷൻ ചെയ്ത മോൾഡ് മാത്രം വാങ്ങിക്കുക. ഇങ്ങനെയുള്ള 6 മോൾഡിന് ഒരു സെറ്റിന് 250 രൂപ അടുപ്പിച്ചായി. ഇനി റെസിൻ്റെ കാര്യം, 250 രൂപ മുതലാണ് റെസിൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. നല്ല ബ്രാൻഡ് നോക്കി വാങ്ങുക എന്ന് മാത്രമേ റെസിൻ്റെ കാര്യത്തിൽ എനിക്ക് പറയാനുള്ളൂ. ഈ റെസിൻ്റെയും മോൾഡിൻ്റെയും ഡേറ്റാസ് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. ഫോട്ടോ വെച്ചുള്ള റെസിൻ ആർട്ട് സെറ്റാവുന്ന സമയം കൊണ്ട് ഞാൻ ഇതിന് മുമ്പ് ചെയ്ത കുറച്ച് റെസിൻ്റെ വർക്ക് ഒന്ന് കണ്ടേച്ച് വരാം. ഇതിനകത്ത് ചെയ്ത സമയത്ത് എൻ്റെ ഫോട്ടോ ഒന്നും ഇല്ലായിരുന്നു. ഞാൻ ജസ്റ്റ് ഒരു ഡെമോ ഇന നിലയ്ക്കാണ് സംഭവം ചെയ്ത് നോക്കിയത്. ഇതിന് ഞാൻ കൃത്യമായ റേഷ്യോ ആണ് എടുത്തത്. 2:1 എടുത്തപ്പോഴത്തേന് എനിക്ക് കൃത്യമായ ഒരു ദിവസം തന്നെ വേണ്ടി വന്നു ഈ സംഭവം സെറ്റ് ആവാനായിട്ട്. പക്ഷേ ഫോട്ടോ വെച്ചുള്ള സംഭവം ചെയ്തപ്പോൾ ആണെങ്കിൽ ഞാൻ ഹാർഡറിൻ്റെ റേഷ്യോ ചെറിയ രീതിയിലൊന്ന് കൂട്ടിയത് കൊണ്ട് എനിക്കൊരു 12 മണിക്കൂർ സമയം എടുത്തുള്ളൂ സംഭവം സെറ്റ് ആവാനായിട്ട്. റെസിൻ വർക്ക് ചെയ്ത ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് ചില ടിപ്സ് ഞാൻ പറഞ്ഞുതരാം. ഒന്നാമത്തത്, മിനുക്കപ്പൊടിക്ക് പകരം ഉണക്കിയെടുത്ത ഇലകളോ പൂക്കളോ ഒക്കെ ചെയ്താൽ നമ്മുടെ വർക്ക് കുറച്ചുകൂടി ഒന്ന് അട്രാക്റ്റീവ് ആവുക. പിന്നെ അത് കൂടാതെ ഇതിൽ ഏത് ടൈപ്പ് ഫോട്ടോയാണ് യൂസ് ചെയ്യുന്നതൊരു സംശയം എനിക്കുണ്ടായിരുന്നു. അപ്പോൾ കട്ടിയുള്ള ഏത് ഫോട്ടോയും നമുക്ക് ധൈര്യമായിട്ട് ഉപയോഗിക്കാം, ഒരു കുഴപ്പം വരത്തില്ല. പിന്നെ ഹാർഡറിൻ്റെ അളവ്, നമ്മുടെ റെസിനും ഹാർഡറും ഉണ്ടല്ലോ, അതിനകത്ത് ഹാർഡറിൻ്റെ അളവ് കുറച്ച് രീതിയിൽ ഒന്ന് കൂട്ടിയാൽ റെസിൻ സെറ്റാവുന്ന, നമ്മുടെ വർക്ക് സെറ്റാവുന്ന സമയം പെട്ടെന്ന് കുറയും. അതായത് വേഗം സെറ്റാവണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഹാർഡറിൻ്റെ അളവ് കുറച്ചൊന്ന് കൂട്ടിയാൽ മതി കേട്ടോ. വീഡിയോ അവസാനിപ്പിക്കുന്നതിന് മുന്നോടിയായി ഒരു കാര്യം കൂടി പറയുകയാണ്. റെസിൻ ആർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒരു തവണയെങ്കിലും റെസിൻ ആർട്ട് ചെയ്ത് നോക്കുക. വളരെ സിമ്പിളായ ഒരു കിടുക്കാച്ചി ഐറ്റമാണ് റെസിൻ ആർട്ട്. അപ്പോൾ എൻ്റെ മുൻ വീഡിയോയിൽ പറഞ്ഞതുപോലെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് അടിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക, എന്തെങ്കിലും കമൻറ്റ് അടിക്കുന്ന കാര്യം കൂടി പരിഗണിക്കുക.